നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു മലയാളം ചിത്രത്തെക്കുറിച്ചാണ്. റെയിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കപ്പെട്ട കുവി എന്ന സിനിമ. ഡോക്ടർ സാക്കിൽ രവീന്ദ്രനാണ് ചിത്രം തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ഇതിനു മുന്നേ സംവിധാനം ചെയ്ത ചിത്രത്തെക്കുറിച്ച് ഏകദേശം 3 വർഷം മുന്നേ നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിച്ചിട്ടുണ്ട്. കാടകലം, പേര് പോലെ തന്നെ മനുഷ്യനും കാടും തമ്മിലൊരു ബന്ധമാണ് ഈ സിനിമ പറഞ്ഞിരുന്നതും. നല്ലൊരു കാഴ്ചയുമായിരുന്നു കാടകലം. പുതിയ ചിത്രത്തിലേക്ക് വരുമ്പോൾ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളുടെ കഥയാണ് പറയുന്നത്. ഒരു കുട്ടിയിലൂടെയാണ് സിനിമയുടെ കഥ ആരംഭിക്കുന്നത്. തൻ്റെ വളർത്തുപട്ടിയായ കുവിയെ കാണുന്നില്ല, അന്വേഷണത്തിലാണ്. തിരിച്ചു വരാത്തതിൽ വെങ്കി സങ്കടപ്പെട്ടിരിക്കുകയുമാണ്. കുവിയെ കടുവ പിടിച്ച് കാണുമ്പോൾ എന്ന സംശയം കൂടെ വെങ്കി മുത്തശ്ശനോട് പങ്കുവയ്ക്കുന്നുണ്ട്. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ ലോകത്തെയും അവിടുത്തെ മനുഷ്യരുടെ ജീവിതത്തെയും നമുക്ക് മുന്നിൽ കൊണ്ടുവരാൻ സംവിധായകന് സാധിക്കുന്നുമുണ്ട്. കുവിയെ അന്വേഷിച്ചുള്ള ഈ കുട്ടിയുടെ യാത്രയിൽ പുതിയ മനുഷ്യരെ പരിചയപ്പെടുന്നു. മനുഷ്യനും കാടും മൃഗങ്ങളുമൊക്കെ കഥാപാത്രങ്ങളാകുമ്പോൾ പറയാനുള്ള വിഷയത്തെ ശക്തമായി അടയാളപ്പെടുത്താൻ കുവി എന്ന സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. ടെക്നിക്കൽ സൈഡിൽ എടുത്തു പറയേണ്ടുന്നത് വിഷ്വൽസ്, സംഗീതം എന്നിവയാണ്. സുഭാഷ് ജോർജാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ചിട്ടുള്ളത്. കാട് എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടാകാം. കുവിയിലെത്തുമ്പോൾ ഒറിജിനൽ ഫീലോട് തന്നെ ഗംഭീരമായി കൊണ്ടുവരുന്നുണ്ട്. കാടിനടുത്ത് താമസിക്കുന്ന മനുഷ്യരും അവരുടെ ജീവിതവും കൃഷിയുമൊക്കെയായി ആ ഇടത്തെയും നല്ല രീതിയിൽ തന്നെ സ്ക്രീനിൽ കൊണ്ടുവരുന്നുണ്ട്. PS ജയഹരിയുടെ സംഗീതം കൂടെ സിനിമയുടെ ഒഴുക്കിനെ മികച്ചതാക്കുന്നു. പാട്ടുകളും കൊള്ളാം. അഖിൽകുമാറാണ് ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് നിർവഹിച്ചത്. ചിത്രത്തിലൊരു പാട്ട് ഇപ്പോൾ മനോരമ മ്യൂസിക്കിൻ്റെ യൂട്യൂബ് ചാനലിൽ കേൾക്കാവുന്നതാണ്. മൊത്തത്തിൽ നോക്കിയാൽ സംഗീതം നല്ല രീതിയിൽ തന്നെ സിനിമയെ ലിഫ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് എന്ന് തന്നെ പറയാം. സിനിമയിൽ പരിചിതമായ മുഖം എന്ന് പറയാനുള്ളത് IM വിജയനാണ്. ഒരു ഘട്ടത്തിൽ ഫോറസ്റ്റ് ഓഫീസറായി ആ നാട്ടിലെത്തുന്ന ആളാണ് IM വിജയൻ്റെ കഥാപാത്രം. നന്നായി തന്നെ ചെയ്തിട്ടുമുണ്ട്. കുട്ടിയുടെ വേഷത്തിലെത്തിയിരിക്കുന്നത് സിജിൻ സതീഷാണ്. വോയിസ് മോഡുലേഷൻ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പക്ഷം. ബാക്കിയൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഫോറസ്റ്റ് വാച്ചറായെത്തുന്ന വിനോദ് ഇന്ദ്രിത്, വേട്ടക്കാരൻ്റെ വേഷത്തിലെത്തുന്ന സാബു സൂര്യ എന്നിവരും അവരുടെ റോളുകളോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഇവരുടെ പ്രകടനങ്ങളെ ഇടയ്ക്കെങ്കിലും ഒന്ന് താഴോട്ട് കൊണ്ടുപോകുന്നത് സംഭാഷണങ്ങളാണ്. സ്വാഭാവിക സംഭാഷണം എന്നത് ചിലപ്പോഴെങ്കിലും മിസ്സാവുന്നുണ്ട് സിനിമയിൽ നിന്നും. കാട് കയ്യേറുന്നതും നായാട്ടുമൊക്കെയായി മനുഷ്യൻ മുന്നേറുമ്പോൾ, വീട് നഷ്ടപ്പെട്ട ജീവികൾ നാട്ടിലിറങ്ങുന്ന കഥ പറയുമ്പോൾ അത് കൃത്യമായി ബാധിക്കുന്ന ഒരു ജനതയെ അടയാളപ്പെടുത്താൻ കൂടെ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കുവി ചർച്ച ചെയ്യേണ്ടുന്ന ഒരു സിനിമയായി മാറുന്നതും. വികസനം വികസിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ പ്രതിസന്ധിയിലാവുന്ന മറ്റൊരു വിഭാഗം കൂടെ ഉണ്ട് എന്നതും സിനിമ അടയാളപ്പെടുത്തുന്നു. അവസരം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും കണ്ടു നോക്കൂ. നിങ്ങളാരെങ്കിലും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു. മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.